കൈതപ്രം വിശ്വനാഥൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. കൈതപ്രം വിശ്വനാഥൻ സംഗീത കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത സംഗീതജ്ഞൻ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരിയുടെ 4ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണം വിശ്വനാഥം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം രമേശൻ പെരുന്തട്ട സ്വാഗതവും KV സുരേന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. വെളിച്ചം അന്ധകാരത്തെ അകറ്റുകയാണ് വെളിച്ചത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. വെളിച്ചം മാത്രമല്ല, സംഗീതവും അന്ധകാരത്തെ അകറ്റുന്ന ഒന്നാണ് എന്നാണ് ഒരു സംഗീത ആസ്വാദകൻ എന്ന നിലയിൽ ഞാൻ കാണുന്നത്. ഒരുപക്ഷെ ഞങ്ങളെല്ലാം ഏറ്റവും നന്നായി അഭിമാനം കൊള്ളുന്നൊരു കാര്യമാണ് നമ്മളെല്ലാം ഈ ഒരു കാലത്ത് ജീവിക്കാൻ സാധിച്ചു എന്നതാണ്. ഏത് കാലത്തെന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് പുതിയ ടെക്നോളജിയുടെ കാലത്ത് ജീവിക്കാൻ സാധിച്ചതിൽ വല്ലാതെ ആഹ്ലാദിക്കുന്നവരുണ്ടാവും. എന്നാൽ എൻ്റെ എല്ലാം ഒരു മനസ്സിൽ നല്ല കാലം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച പാട്ടുകാരുടെ ഒരു കാലത്ത് ജീവിക്കാൻ വേണ്ടി പറ്റിയെന്നില്ലയാണ്. ഇളയരാജയുടെ സംഗീതം കേൾക്കാത്ത, SPBയുടെ പാട്ട് കേൾക്കാത്ത, യേശുദാസിൻ്റെ ശബ്ദം കേൾക്കാത്ത, MG സുകുമാരനെ കേൾക്കാത്ത ഒരു ദിനവും നമ്മുടെ ഒന്നും ജീവിതത്തിൽ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. സംഗീതം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ട്. ഞാനൊരു തികഞ്ഞ നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എത്തിസ്റ്റാണ്. ഒരു മതത്തിലും ഒരു ജാതിയിലും അല്ലെങ്കിൽ ഒരു കാര്യത്തിലും വിശ്വസിക്കാറുള്ള ഞാൻ ഇതുവരെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയോ ഏതെങ്കിലും ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടോ ഇല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗീത ശാഖ എന്ന് പറയുന്നത് ഭക്തിഗാനമാണ്. ഏതാണ്ട് പുതിയ കാലത്തെ ഭക്തിഗാനങ്ങൾ അങ്ങനെ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിലും ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പാടിയിട്ടുള്ള പിന്നീട് ഇങ്ങോട്ട് യേശുദാസിൻ്റെ എല്ലാം കാലത്ത് വന്ന് ഏറ്റവും അവസാനം MG സുകുമാർ വരെയുള്ള പ്രാദേശികമായിട്ട് നമ്മുടെ എല്ലാ പാട്ടുകാരുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ സംഗീതം കൊടുക്കുന്ന ആളുകളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗീത ശാഖ എന്ന് പറയുന്നത് ഈ ഭക്തിഗാനവുമായി ബന്ധപ്പെട്ട ശാഖയാണ്. അത് ചില ഘട്ടത്തിൽ നമ്മൾ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിനകത്തുണ്ടാവുന്നൊരു പ്രത്യേക വൈകാരിക അന്തരീക്ഷം. അതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അങ്ങനെ സമൂഹത്തിൻ്റെ ഉള്ളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതുമായിട്ട് സംഗീതത്തിന് മാറാൻ വേണ്ടി പറ്റുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ അനുസ്മരണ ഭാഷണം നടത്തി. P. വേണു മാസ്റ്റർ, സുധീർ മാവില, രാജേഷ് തൃക്കരിപ്പൂർ, ഈശ്വരൻ നമ്പൂതിരി തുടങ്ങിയ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.